ഹലോ ഗായ്സ്, വെൽക്കം ടു അനി ഡ്രീമീസ് ചാനൽ. നമ്മൾ ടെറസിൽ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കാം ഗായ്സ്. അപ്പോൾ ആദ്യം നമ്മൾ കാന്താരിയാണ് പറിച്ചെടുക്കുന്നത്. ഞാൻ കുറച്ച് നെല്ലിക്ക മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നിച്ചട്ട് വെച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഒപ്പം കാന്താരി മുളകും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് പറിച്ചെടുക്കാൻ. നല്ലോണം മൂത്താലും എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിനെക്കാട്ടി ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കണതാട്ടോ ഇഷ്ടം. കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നെല്ലിക്കയും മാങ്ങയും കൂടെയാണ് ഇട്ട് വെച്ചിരിക്കണേ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അച്ചാറിട്ടു കേട്ടോ. നെല്ലിക്ക കണ്ണിമാങ്ങയും കുറച്ച് പറിച്ചിട്ട് വെക്കണം ഉപ്പിൽ, എന്നിട്ട് വേണം അച്ചാറിടാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് പാകമാണ്. ഇപ്പോൾ ചെറുനാരങ്ങ അച്ചാറും കണ്ണിമാങ്ങ അച്ചാറും ഇട്ട് വെക്കണം. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, കണ്ണിമാങ്ങ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇട്ട് വെക്കണം ഗൈസ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പറിച്ചെടുക്കണേ, ഉപ്പിലിടാൻ മാത്രം. അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഫോൺ വെച്ചിട്ടാട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ തക്കാളിയും പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ പറിക്കുകയാണ്. അങ്ങനെ ചെടികളൊക്കെ ഇപ്പോൾ നനച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തക്കാളി ഒരു 4-5 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുവിധം പഴുത്തതും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോൾ അതും പഴുക്കുവേ. അങ്ങനെ എല്ലാം പറിച്ചിട്ടുണ്ട്. ഇനി മണിത്തക്കാളി ഉണ്ട് കേട്ടോ, ചെറിയ തരം തക്കാളി. പച്ചമുളക് പറിച്ചെടുക്കാം. ഞാൻ മൂത്തത് നോക്കി പറിച്ചെടുക്കുകയാണ്. കുറച്ച് പറിച്ചെടുക്കണുള്ളൂ, ബാക്കിയൊക്കെ ഇടയ്ക്ക് വന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെടികൾക്കൊക്കെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ചെടിയിലെ മുഞ്ഞ മുരടിപ്പൊക്കെ മാറിക്കിട്ടും. പച്ചമുളക് ചീര കുറച്ച് പറിക്കണം ഗൈസ്. ഈ ചീര നല്ല ഹെൽത്തി ചീരയാണ്, ചായ മനസ ചീര എന്ന് പറയും. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പറിച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പച്ചമുളകൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് പച്ചമുളക് ഉണ്ട് കേട്ടോ, അതും കൂടെ പറിക്കാം. അതിൻ്റെ ഒപ്പം തക്കാളി ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുക്കുകയാണ്. ചെറിയ തരം തക്കാളി, മണിത്തക്കാളി എന്ന് പറയും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആപ്പിൾ തക്കാളിൻ്റെ ഒപ്പം ചെറിയ തക്കാളി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ചെടി ഞാനത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും പഴുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് പച്ചമുളക് നോക്കി പറിക്കാം. പച്ചമുളക് അത്യാവശ്യമാണ്. നമ്മൾ വീട്ടിൽ ഇതുപോലെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ആവശ്യത്തിന് പറിച്ചു കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ചീരയ്ക്കാണ് പറിച്ചെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചും കൂടെ പറിച്ചെടുത്താണ് കേട്ടോ, മൂത്തത് നോക്കിയിട്ട്. ഇനി മൂക്കും തോറും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പറിച്ചെടുക്കാമല്ലോ. അതുപോലെ നമ്മൾ അത്യാവശ്യത്തിന് ചെടികളൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമുള്ളത് കിട്ടും ഗൈസ്. അപ്പം അങ്ങനെ അത്യാവശ്യം ഞാൻ പറിച്ചെടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരുവിധം ആയി വരുന്നേ ഉള്ളൂ. ഫ്രഷായിട്ട് ഇങ്ങനെ പച്ചമുളക് പറിക്കണ നല്ല ഭംഗിയുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരും കേട്ടോ. അതിനൊരു മനസ്സുണ്ടായാൽ മതി നമുക്ക്. സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്തെ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത്. കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളക്കുപ്പിയിലാണ്. അപ്പോൾ അതിൽ 1-2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുവിധം മൂത്തിട്ട് വേണം പറിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം പച്ചമുളക് പറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ശംഖുപുഷ്പച്ചെടിയിൽ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ, 2-3 ഞാൻ ദിവസം പറിക്കും കേട്ടോ. അത് ഒരു 4-5 പൂവെങ്കിലും എനിക്ക് കിട്ടുവേ ഈ ചെടിയിൽ. പിന്നെ ഒരു 2 പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൂ വാടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് 1-2 ഉണ്ട് ഗൈസ്. അങ്ങനെ അതും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പഴുത്തിട്ടുണ്ടോ നോക്കാം. ഇത് പഴുത്തിട്ടില്ല, നമുക്ക് ഇനിയൊരു ദിവസം പറിക്കാം. ചീരയൊക്കെ ആയിട്ടുണ്ട്, അതും കുറച്ച് പറിച്ചെടുക്കണം. അപ്പോൾ ഏതായാലും ഇന്ന് ചായ മനസ ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങി വന്നതാണ് കേട്ടോ അത് പറിക്കാനായിട്ട്. അപ്പോഴാണ് അമര പൂവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു 5-6 അമര കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. താഴെയും ശംഖുപുഷ്പച്ചെടി വെച്ചിട്ടുണ്ട്, അതിലും 2 പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമരച്ചെടിയിൽ കുറച്ച് പൂവ് എടുത്തിട്ടുണ്ട്, 1-2. അതിലൊരു 5-6 കായ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറമ്പിൽ നിന്ന് കുറച്ച് ബീൻസ് പറിച്ചിട്ട് വന്നായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചൊന്നും തോരൻ വയ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ റോസൊക്കെ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ.
നല്ലോണം വയലറ്റ് റോസാണ്. ഇതെല്ലാം നിറയെ പൂവ് എടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടാമതും അന്ന് വെട്ടി വിട്ടായിരുന്നു, അപ്പോൾ അതിലും പൂവ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പൂവ് എടുത്തിരിക്കുകയാണ്. മൊട്ടും നിറയെ എടുത്തിട്ടുണ്ട്. വേനലല്ലേ, നല്ല വെള്ളം ഒഴിക്കേണ്ടി വരും, എന്നാലേ പൂവ് എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഇതെല്ലാം പറിച്ച് എടുത്തിട്ട് ചായാമൻസ ചീര പറിക്കാൻ വന്നിരിക്കുകയാണ് താഴെ. ഇത് കിളുന്ന ഇല നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം അതുപോലെ. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട്, തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കണേ, അതിൻ്റെ പാല് പോകാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ ശേഷം ചെറിയ ഉള്ളിയും കാന്താരിമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാന്താരിമുളകും പിന്നെ അല്ലെങ്കിൽ പച്ചമുളക് ഇടാം. അങ്ങനെ അതും ഇതെല്ലാം കൂടി ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇതെല്ലാം ജീരകം ഒന്ന് ചതച്ച് വെക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് താളിച്ചിട്ട് അതിലിട്ടിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം മറക്കരുത്, ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണേ ആ പാല് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന് പറിച്ചെടുത്തിരിക്കുകയാണ്. പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വിളവെടുത്ത പച്ചക്കറികളാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. പച്ചമുളകും കാന്താരി പിന്നെ ചായാമൻസ ചീര, പിന്നെ അതിൽ ശംഖുപുഷ്പ പൂവും തക്കാളി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മാങ്ങ നെല്ലിക്ക ഉപ്പിലിട്ടാന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് വയ്ക്കുകയാണ്. എനിക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം എരിവിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറിച്ച് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരു 2-3 ദിവസം ഉപ്പിലിട്ട ശേഷം നമ്മൾ ഇത് എടുത്ത് കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിനൊപ്പം കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾ ലീവിന് വന്നാൽ അത് കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്